അല്ല, ഇത് കോൺഗ്രസിൻ്റെ സ്ഥിരം രീതിയാണ് സത്യം പുറത്തു വരുന്നവർക്കെതിരെ ആക്രമണം നടത്തുക എന്നത്. ഇപ്പോൾ അവരുടെ കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാർക്കെതിരെ പോലും ആക്രമണം നടത്തുകയാണ്. ആക്രമണം എന്ന് വെച്ചാൽ ഒരു മര്യാദയുമില്ലാത്ത, ഒരു നിലവാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ്. ഇത് പറഞ്ഞു വിലക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് നേതാവും ഇല്ല. ഉദാഹരണം, രാഹുൽ മാങ്കൂട്ടം ഒരു യോഗത്തിൽ പ്രസംഗിച്ചത് എടാ വിജയ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരും മതേതരത്വത്തിലും മര്യാദയിലും വിശ്വസിക്കുന്ന ജനങ്ങളും പ്രതിഷേധിച്ചെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഇടയ്ക്ക് മുമ്പ് മറ്റോ KSUവിൻ്റെ സമരം നടന്നപ്പോൾ ഒരു IAS ഓഫീസറുടെ ശരീരത്തെ മുഴുവൻ കരിയോയിൽ ഒഴിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവരിപ്പോൾ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കാണിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, അതൊന്നും നമുക്കത്ര അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. എത്ര ഏതെല്ലാം മാധ്യമങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ കാര്യങ്ങൾ അറിയുകയാണ്. ജനങ്ങൾ സത്യസന്ധമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാധ്യമങ്ങളെ അടിച്ചമർത്താനെന്ന് നോക്കിയാൽ അത് ജനാധിപത്യ സംവിധാനത്തിൽ നടപ്പുള്ള കാര്യമായില്ല. അല്ല, കോൺഗ്രസ്സുകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വീടിൽ സാധാരണഗതിയിൽ പ്രതിഷേധമൊക്കെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വീട്ടിലത്തേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഞാനൊക്കെ വിദ്യാർത്ഥി രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തുമൊക്കെ പ്രവർത്തിക്കാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ പന്തം കെട്ടി കൊളുത്തി ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലത്തേക്ക് എറിയുക എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ വീട് ഇന്നലെ കത്തിക്കാനാണ് അവർ ശ്രമിച്ചത്. രാത്രി ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വീട് കത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ പന്തം കെട്ടി എറിഞ്ഞത്. അല്ലെങ്കിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി അവിടെ വന്ന് പന്തം അവിടെ ഇട്ട് അണയ്ക്കുന്ന പതിവാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ആ പന്തത്തിനെ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് ആ വീട് കത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം നടപടികളാണ് ഇവിടെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി അല്ലെങ്കിൽ 8-9 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഭരണത്തിൽ അവർക്ക് ഒന്നും പറയാനില്ല, ഉത്കണ്ഠയിലാണ്. അപ്പോൾ അതുകൊണ്ടൊരു കലാപം, വർഗീയ കലാപമോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള കലാപം ഉണ്ടാക്കി ജനജീവിതം സ്വൈരമായി നടക്കാൻ പാടില്ല എന്നുള്ള ഇതാണ് ഈ മാങ്കൂട്ടവും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത്. കാരണം വേറെ ഒന്നും ഇനി ഒന്നും മാധ്യമങ്ങൾ മറ്റൊരു മാധ്യമവും ഇനി ഇത്തരം വിമർശനങ്ങൾ തങ്ങൾക്കെതിരെ നടത്താൻ പാടില്ല എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ജനങ്ങളുടെ പിന്തുണയുണ്ട്. ഏത് നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിച്ചാലും ശക്തമായി തന്നെ അതിനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവരെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ന്യായവും നീതിയും സത്യവും നിയമങ്ങളൊന്നും ബാധകമല്ലല്ലോ. എന്നും എവിടെയാവാമെന്നുള്ള ഒരു നടപടിയല്ലേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. ഇതെല്ലാം പ്രതീക്ഷിക്കേണ്ടതാണ്. നിങ്ങളൊരു മാധ്യമത്തിന് നേരെ കരിയോലൊഴിച്ച് അവിടെ ഉപദ്രവിച്ചു. ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ് പന്തം കൊളുത്തി എറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും സ്ഥിതി? ആ പന്തം കൊളുത്തി എറിയുന്നതിനെ തടയുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരും ചെന്നാനുള്ള സ്ഥിതി എന്തായിരിക്കും? അവരങ്ങേറ്റം ഭൂമിയോളം താരുകയാണ് ഈ സമര മാർഗങ്ങളിലൂടെ. യൂത്ത് കോൺഗ്രസിനെ നിലയ്ക്ക് നിർത്തണമെന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെ തുടക്കം ഉണ്ടായ അവസരത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോട് കോൺഗ്രസ് പറയണ്ടേ കുറച്ച് മാന്യമായും മര്യാദയ്ക്കും പ്രവർത്തിക്കണമെന്ന്? ഒരു പരസ്യമായ ഒരു കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി, രാജ്യത്തെ സീനിയർ പൊളിറ്റിക്കൽ ലീഡർ ഇത്ര ഈ നിലയിൽ എടോ വിജയ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ പറയല്ലേ നിങ്ങൾ അത്തരം പദപ്രയോഗങ്ങൾ നടത്തല്ല. ഈ എടോ വിജയ എന്നൊക്കെ വിളിച്ച് സംസാരിച്ചവന് എന്ത് പാരമ്പര്യമുള്ളത്? അവൻ്റെ പാരമ്പര്യം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. ഇതാണ് അയാളുടെ പാരമ്പര്യം. അപ്പം ആ പാരമ്പര്യത്തിനെല്ലാം സപ്പോർട്ട് ചെയ്യുക കോൺഗ്രസും.